നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യുക്രൈനിൽ റഷ്യൻ ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചു. 4 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 പേരാണ് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ദേശീയപാതയിൽ 24 മണിക്കൂറിനിടെ ഒരേ സ്ഥലത്ത് നടന്ന വാഹനാപകടങ്ങളിൽ 2 പേർക്ക് ദാരുണാന്ത്യം. വട്ടത്തൂർ അടിപ്പാതയ്ക്ക് സമീപമാണ് സംഭവം. ഉപ്പള ദേരമ്പളം പാലം പുനർനിർമ്മാണത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. താൽക്കാലിക കവുങ്ങ് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് വീണ കോളേജ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. കേരളത്തിന്റെ ഏറ്റവും വലിയ വിഭവം വിദ്യാർത്ഥികളാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ഉദുമ നിയോജക മണ്ഡലം സംഘടിപ്പിച്ച സ്കോളേഴ്സ് കോൺക്ലേവ് 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർട്ട് ഫോറം കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകി അനുസ്മരണം സംഘടിപ്പിച്ചു. ഗാനാഞ്ജലിയും നടത്തി. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിലിനു വേണ്ടി 1 കോടി രൂപ ചിലവിൽ പണിത ആസ്ഥാന മന്ദിരം മേലാങ്കോട്ട് തുറന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. യുക്രൈനിൽ റഷ്യൻ ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചു. 4 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 പേരാണ് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 1 മാസം മുൻപാണ് വിവാഹ നിശ്ചയം ഉറപ്പിച്ച് അഖിൽ ജോലി സ്ഥലത്തേക്ക് മടങ്ങിയത്. ജോയിൻ സാലി ദമ്പതികളുടെ ഏക മകനാണ് അഖിൽ. 19ാം വയസ്സിൽ കപ്പലിൽ ജോലിക്ക് ചേർന്ന അഖിൽ മികച്ച വടംവലി താരം കൂടിയാണ്. യുക്രൈൻ തീരത്ത് ചരക്കു കപ്പലിന് നേരെയുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. ആകെ 10 പേരാണ് കൊല്ലപ്പെട്ടത്. ചീഫ് ഓഫീസർ കാസർഗോഡ് വെള്ളരിക്കുണ്ട് AKG നഗറിൽ വാളിപ്ലാക്കൽ അഖിൽ ജോയനാണ് കൊല്ലപ്പെട്ടത്. ഒഡേസ തുറമുഖത്തിനു സമീപമാണ് ആഫ്രിക്കൻ രാജ്യമായ ഗിനി ബസായയുടെ പതാക വഹിച്ചിരുന്ന MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിനു നേരെ മിസൈൽ ആക്രമണമുണ്ടായത്. മുംബൈ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ. വാളിപ്ലാക്കൽ ജോയൻ സാലി ദമ്പതികളുടെ ഏക മകനാണ് അഖിൽ. അവധിക്കു ശേഷം 1 മാസം മുൻപാണ് ജോലിയിൽ പ്രവേശിച്ചത്. വിവാഹ നിശ്ചയം നടത്തിയിരുന്നു. നേരിട്ട് വിളിച്ച് എൻ്റെ ഒരു സ്നേഹിതൻ്റെ ചേട്ടൻ ത്രൂ ഇന്നലെ തന്നെ MP-നെ ഡയറക്റ്റ് വിളിച്ച് MP പാർലമെന്റിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പുള്ളി PA-യുടെ നമ്പർ തരാമെന്ന് പറയുകയും അങ്ങനെ PA ആയിട്ട് ബന്ധപ്പെടുകയും ചെയ്തിട്ട് ഞങ്ങൾ പാർലമെന്റിൽ വരെ ഈ കാര്യങ്ങൾ എത്തിക്കുകയുണ്ടായി. പിന്നെ സുരേഷ് ഗോപി ത്രൂ കൂടെ ഞങ്ങൾ പല ആൾക്കാർ ത്രൂ ഞങ്ങൾ ബന്ധപ്പെടുകയും ഇത് പാർലമെന്റിൽ ഈ വിഷയം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ ഏതോ ഒരു ഒരു വാട്സാപ്പ് നോട്ടിനകത്തോ അല്ലെങ്കിൽ ഇതിനോ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു. ഈ മുഖ്യമന്ത്രി ഓഫീസും നോർക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് അറിയാൻ പറ്റുക. അതിന്റെ സത്യാവസ്ഥയൊന്നും എനിക്ക് അറിയത്തില്ല. അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നും അറിയത്തില്ല. എന്താണേലും എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കൊച്ചിനെ ഇങ്ങോട്ട് ഒന്ന് എത്തിക്കുന്നത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മികച്ച വടംവലി താരവും റോപ്പുൾ അപ്പിൽ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡറുമായിരുന്നു. ഞായറാഴ്ചയാണ് കപ്പലിനു നേരെ ആക്രമണമുണ്ടായത്. യുക്രൈൻ നാവികസേന 8 ജീവനക്കാരെ രക്ഷിച്ചു. ഗുരുതര പരിക്കേറ്റ ഒരു ഇന്ത്യക്കാരൻ ആശുപത്രിയിലാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാതയിൽ 24 മണിക്കൂറിനിടെ ഒരേ സ്ഥലത്ത് നടന്ന വാഹനാപകടങ്ങളിൽ 2 പേർക്ക് ദാരുണാന്ത്യം. വട്ടത്തൂർ അടിപ്പാതയ്ക്ക് സമീപമാണ് സംഭവം. കുണിയ സ്വദേശിനി ഫൗസിയ, ബട്ടത്തൂർ സ്വദേശി വൈശാഖ് എന്നിവരാണ് മരിച്ചത്. പൊയ്നാച്ചി ബട്ടത്തൂരിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെയുണ്ടായ 2 വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ വീട്ടമ്മയും യുവാവും മരിച്ചു.
കുണിയ അറഫ നഗറിലെ അഷ്റഫിന്റെ ഭാര്യ ഫൗസിയ ബസ് കാത്തുനിൽക്കുകയായിരുന്ന ബട്ടത്തൂരിലെ കെ കമലാക്ഷയുടെ മകൻ കെ വൈശാഖ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:20 കാസർഗോഡ് ഭാഗത്തുനിന്നും കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന KL 60V 4646 നമ്പർ കാർ ദേശീയപാതയുടെ ഭിത്തിയിലിടിച്ചു മറിഞ്ഞാണ് ഫൗസിയ മരിച്ചത്. അപകടത്തിൽ ഫൗസിയയുടെ ഭർത്താവ് അഷ്റഫ്, 2 മക്കൾ, ഭർതൃമാതാവ് എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ചെങ്കളയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനു പിന്നാലെ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പൊയ്നാച്ചി ബട്ടത്തൂരിൽ മറ്റൊരപകടം നടന്നത്. കാസർഗോട്ട് നിന്ന് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ച് ബസ് കാത്തുനിന്നിരുന്നവർക്ക് നേരെ പാഞ്ഞുകയറുകയായിരുന്നു. ഈ അപകടത്തിലാണ് കെ വൈശാഖ് മരിച്ചത്. കൂടാതെ കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. 2 പേരുടെ മരണത്തിനിടയാക്കിയ ദേശീയപാതയിലെ ബട്ടത്തൂരിൽ സർവീസ് റോഡിലേക്കുള്ള എക്സിറ്റ് പോയിന്റ് അടച്ചു. തിങ്കളാഴ്ച വൈകിട്ട് കരാർ കമ്പനി അധികൃതരാണ് പ്രവേശനമാർഗം പൂർണ്ണമായി അടച്ചത്. ബേക്കൽ പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. മേഘയുടെ യാർഡിലേക്കുള്ള വഴിയിലൂടെ പൊയ്നാച്ചി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ഇനി മുതൽ ബട്ടത്തൂർ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കണം. കാഞ്ഞങ്ങാട് ഭാഗത്തേക്കുള്ള ബസ്സുകൾ പൊയ്നാച്ചി ടൗൺ പിന്നിട്ടാൽ സർവീസ് റോഡിൽ കയറാതെയാണ് ഓടുന്നത്. ദേശീയപാതയിൽ തന്നെയാണ് യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും. ബട്ടത്തൂരിൽ അടിപ്പാതയുണ്ട്, പക്ഷേ ബസ്സുകൾ മേൽപ്പാതയിലൂടെയാണ് പോകുന്നത്. ഇതുകാരണം യാത്രക്കാർ പകലും രാത്രിയും മേൽപ്പാതയിൽ കാത്തുനിന്നാണ് ബസ് കയറുന്നത്. ബട്ടത്തൂർ സബ്വേയിൽ അടുത്തിടെ 5 വാഹനാപകടങ്ങൾ ഉണ്ടായതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെട്ടത്. തെക്കുഭാഗത്തുനിന്ന് കിഴക്കുഭാഗത്തെ സർവീസ് റോഡിലൂടെ വരുന്ന ചില വാഹനങ്ങൾ ഇതിലൂടെ ദേശീയപാതയിൽ കടന്ന് പൊയ്നാച്ചി ഭാഗത്തേക്ക് പോകുന്നതും അപകട സാധ്യതയുണ്ടാക്കിയിരുന്നു. ഈ വഴി അടച്ചതോടെ ബസ്സുകൾ സർവീസ് റോഡ് വഴി വന്നില്ലെങ്കിൽ നാട്ടുകാർക്ക് ബസ് കയറാൻ വട്ടം ചുറ്റേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പൊയ്നാച്ചി. ഉപ്പള ദേരമ്പളം പാലം പുനർനിർമ്മാണത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. താൽക്കാലിക കവുങ്ങ് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് വീണ കോളേജ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. പ്രദേശവാസിയായ ഐത്തപ്പ പൂജാരിയുടെ മകൾ നിഷ്മിതയാണ് അപകടത്തിൽപ്പെട്ടത്. വർഷങ്ങളായി തകർന്നുകിടക്കുന്ന മടന്തൂർ ദേരമ്പളം പാലം പുനർനിർമ്മിക്കാത്തതിനെ തുടർന്ന് അപകടങ്ങൾ പതിവാകുന്നു. കവുങ്ങ പാലത്തിലൂടെ കടക്കുന്നതിനിടെ പുഴയിൽ വീണ് കോളേജ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. പ്രദേശവാസിയായ ഐത്തപ്പ പൂജാരിയുടെ മകൾ നിഷ്മിതയാണ് അപകടത്തിൽപ്പെട്ടത്. സഹോദരി സുഷ്മിതയുടെ കൈപിടിച്ച് കവുങ്ങ പാലത്തിലൂടെ കടക്കുന്നതിനിടെയാണ് നിഷ്മിത പുഴയിലേക്ക് വീണത്. പ്രദേശവാസിയായ ഉദയൻ പുഴയിലിറങ്ങി രക്ഷപ്പെടുത്തിയതോടെയാണ് വൻ ദുരന്തം ഒഴിവായത്. പരിക്കേറ്റ നിഷ്മിതയെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിറങ്ങി മീഞ്ച ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ അപകടമുണ്ടായത്. 1999-2000 കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് ഉപ്പള പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച മടന്തൂർ ദേരമ്പളം പാലം ശക്തമായ മണൽവാരലിനെ തുടർന്ന് തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തകർന്നിരുന്നു. പാലം തകർന്നതോടെ ഉപ്പള കല്ലിങ്കളെ ദേശീയപാതയിലേക്കും മലയോര ഹൈവേയിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള പ്രധാന മാർഗം അടഞ്ഞു. കോൺക്രീറ്റ് നടപ്പാലമായിരുന്ന ഇത് കാൽനടയാത്രക്കാർക്കൊപ്പം ഇരുചക്രവാഹന യാത്രികരും വ്യാപകമായി ഉപയോഗിച്ചിരുന്നതാണ്. പാലത്തിന്റെ ഇരുഭാഗങ്ങളിലും ടാർ റോഡ് നിർമ്മിച്ചതോടെ പ്രദേശവാസികൾ പ്രധാനമായും ഈ വഴിയെയാണ് ആശ്രയിച്ചിരുന്നത്. ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന പ്രധാന പാലം തകർന്നിട്ടും ഇതുവരെ പുനർനിർമ്മിക്കാൻ അധികൃതർ നടപടിയെടുത്തിട്ടില്ല. പാലം തകർന്നതിനെ തുടർന്ന് ആളുകൾക്ക് ജീവൻ പണയം വെച്ച് കവുങ്ങുപാലം ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. അപകടം അധികൃതരുടെ ഗുരുതരമായ അനാസ്ഥയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. മീന ഗ്രാമപഞ്ചായത്തിലെ തികൃപ്പാത വാർഡിൽ തികൃപ്പാത ദേരമ്പള സടക്ക് റോഡുമായി അനുബന്ധിച്ചുള്ള ഫുട്ബ്രിഡ്ജ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തകർന്ന് പുഴയിലേക്ക് മറിയുകയും ചെയ്ത് നാട്ടുകാർ വിദ്യാർത്ഥികളും കോങ്ങ് പാലത്തിലൂടെയാണ് ഇന്ന് സഞ്ചരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4:30 കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോയ വിദ്യാർത്ഥിയെ കൂട്ടാൻ വേണ്ടി എത്തിയ സുസ്മിത എന്ന ഏട്ടത്തി ആ കവുങ്ങ് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് വീഴുകയും തൊട്ടടുത്തുണ്ടായിരുന്ന ഉദയകുമാർ എന്ന വ്യക്തി സുസ്മിതയെ രക്ഷിക്കുകയാണ് ചെയ്തത്. സുസ്മിതയെ ഇന്ന് മംഗലപ്പാടി ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ നിന്ന് സ്കാനിങ്ങിന് വേണ്ടി കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. നാട്ടുകാരുടെ ഇന്ന് ഏറ്റവും വലിയ ദുരിതമായാണ് കാണുന്നത് ഈ പാലം. ഇതിന് എത്രയും പെട്ടെന്ന് നല്ലൊരു പാലം പണിഞ്ഞ് നാട്ടുകാർ യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ന്യൂസ് ബ്യൂറോ, ഉപ്പള. കേരളത്തിന്റെ ഏറ്റവും വലിയ വിഭവം വിദ്യാർത്ഥികളാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ഉദുമ നിയോജക മണ്ഡലം സംഘടിപ്പിച്ച സ്കോളേഴ്സ് കോൺക്ലേവ് 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ ഏറ്റവും വലിയ വിഭവം വിദ്യാർത്ഥികളാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ കാലഘട്ടത്തിൽ 10ാം ക്ലാസ്സിന്റെ +2ന്റെ പരീക്ഷ എഴുതിയാൽ ചോദിക്കുന്ന ചോദ്യം പാസ്സായെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ആ ചോദ്യം ആരും ചോദിക്കില്ല. എത്ര A+ ഉണ്ട് അല്ലെങ്കിൽ ഫുൾ A+ ഉണ്ടോ എന്ന് മാത്രമാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഞാനിത് പറഞ്ഞത് ആ നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗം മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു പ്രശ്നം, എല്ലാ വിഷയത്തിലും A+ കിട്ടിയാൽ പോലും ഇപ്പോ തുടർ പഠനത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സിനൊക്കെ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടാൻ പ്രയാസമാണ്. ഒരു ബയോമാക്സിന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക, അല്ലെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസിനോ അല്ലെങ്കിൽ ഒരു BSc നഴ്സിങ്ങിനോ ഒക്കെ ഒരു സീറ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന കോളേജിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതും വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അത്ര അധികമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വളരെയധികം മത്സരം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലോകത്തിൽ വിജയം കൈവരിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ഉദുമ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ കെ നീലകണ്ഠൻ MLA ഒരുക്കിയ സ്കോളേഴ്സ് കോൺക്ലേവ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിന്റെ ഏതു കോണിലും അഭിമാനാർഹമായ വിജയം കൈവരിക്കുന്നവരിൽ മലയാളി വിദ്യാർത്ഥികളെ മുന്നിൽ കാണാം. നല്ല വിദ്യാഭ്യാസവും നല്ല തൊഴിലിടവും ഇവിടെ തന്നെയുണ്ടാകുന്ന രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉടച്ചുവാർക്കാനാണ് ശ്രമം. കേരളം ആകർഷിക്കപ്പെടുകയും സൗകര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്താൽ വിദേശങ്ങളിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് ചുരുങ്ങും. എല്ലാ പരിമിതികളെയും അതിജീവിക്കാനുള്ള മാർഗമായി വിദ്യാഭ്യാസത്തെ കാണണമെന്നും മന്ത്രി പറഞ്ഞു. കെ നീലകണ്ഠൻ MLA അധ്യക്ഷത വഹിച്ചു. JCI മുൻ ഇന്റർനാഷണൽ പ്രസിഡന്റ് AV വാമനകുമാർ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. കല്ലട്ര മാഹിൻ MLA, KPCC സെക്രട്ടറി ഹക്കീം കുന്നിൽ, DCC പ്രസിഡന്റ് PK ഫൈസൽ, കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഖാദർ മാങ്ങാട്, ജില്ലാ പഞ്ചായത്ത് അംഗം സുകുമാരി ശ്രീധരൻ, കല്ലട്ര അബ്ദുൾ ഖാദർ, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KB മുഹമ്മദ് കുഞ്ഞി, ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ അബൂബക്കർ, VR വിദ്യാസാഗർ, ഹരീഷ് B നമ്പ്യാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അൻവർ കോളിയടുക്കം, ചെമ്മനാട് പഞ്ചായത്ത് അംഗം റീബ ഉണ്ണികൃഷ്ണൻ, M കുഞ്ഞമ്പു നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലത്തിലെ 580 വിദ്യാർത്ഥികൾക്ക് യോഗത്തിൽ പ്രശംസാപത്രം വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഉദുമ. ആർട്ട് ഫോറം കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ പ്രശസ്ത ഗായിക S ജാനകി അനുസ്മരണം സംഘടിപ്പിച്ചു. ഗാനാഞ്ജലിയും നടത്തി. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം അന്തരിച്ച പിന്നണി ഗായിക S ജാനകി അനുസ്മരണവും ജാനകിയമ്മ പാടിയ ഗാനങ്ങൾ കോർത്തിണക്കി ഗാനാഞ്ജലിയും നടത്തി. തേനും വയമ്പും എന്ന പേരിൽ നടത്തിയ അനുസ്മരണ പരിപാടിയിൽ ഗാനാലാപനം മേഖലയിൽ നിരവധി വർഷമായി പ്രവർത്തിക്കുന്നവരും യുവഗായകരും പങ്കെടുത്തു. അലാമിപ്പള്ളി ഫ്രണ്ട്സ് ക്ലബിൽ നടത്തിയ അനുസ്മരണം ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ വൈസ് ചാൻസലർ
ഖാദർ മാങ്ങാട് മുഖ്യാതിഥിയായി. അഡ്വക്കേറ്റ് PV ഹരീഷ് ജാനകിയമ്മ അനുസ്മരണം നടത്തി. ആർട്ട് ഫോറം പ്രസിഡന്റ് V സുരേഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. രജിത, ബിന്ദു, ദിവ്യ, സ്വാതി, രജിന, സുമിത, കൃഷ്ണകുമാരി, സീമ, ലതാകൃഷ്ണൻ തുടങ്ങിയവർ ജാനകിയമ്മയുടെ അനശ്വര ഗാനങ്ങൾ പുനർസൃഷ്ടിച്ചപ്പോൾ അശോകൻ കുമാർ, സുധാകരൻ, വിശ്വംഭരൻ വെള്ളിക്കോത്ത്, പത്മനാഭ ഭട്ട്, അജിത്, ബിജു മാത്യു, പത്മനാഭൻ, ദിനേശൻ തുടങ്ങിയ നിരവധി ഗായകർ കൂടെ പാടി പിന്തുണച്ചു. ആർട്ട് ഫോറം സെക്രട്ടറി ചന്ദ്രൻ അലാമിപ്പള്ളി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വാർത്തകൾ തുടരുന്നു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിലിനു വേണ്ടി 1 കോടി രൂപ ചിലവിൽ പണിത ആസ്ഥാന മന്ദിരം മേലാങ്കോട്ട് തുറന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിലിനു വേണ്ടി 1 കോടി രൂപ ചിലവിൽ പണിത ആസ്ഥാന മന്ദിരം മേലാങ്കോട്ട് തുറന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ഈ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാസർഗോഡ് ഇങ്ങനെ ഒരുപാട് ഗംഭീരമായ ഒരു മന്ദിരം വരുന്നതോടുകൂടി സ്വന്തമായി. ചടങ്ങിൽ വെച്ച് ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ഓഫീസ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു ഉദ്ഘാടനം ചെയ്തു. ഉത്തര കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ആദ്യ പഥികരിലൊരാളായ KK നായരുടെ സ്മരണയ്ക്കായി സജ്ജമാക്കിയ വിദ്വാൻ KK നായർ ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറിയുടെ ഉദ്ഘാടനം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് നിർവഹിച്ചു.
MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുജാത, ഗ്രന്ഥലോകം ചീഫ് എഡിറ്റർ PVK പനയാൽ, സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുകുട്ടൻ, ജില്ലാ ലൈബ്രറി കൌൺസിൽ മുൻ പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ, ഹോസ്ദുർഗ് താലൂക്ക് സെക്രട്ടറി P വേണുഗോപാലൻ, താലൂക്ക് പ്രസിഡന്റ് സുനിൽ പട്ടേന, KK നായരുടെ സഹധർമ്മിണി UP വിമല എന്നിവർ സംസാരിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ P പ്രഭാകരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ VV രമേശൻ സ്വാഗതവും ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് P ദിലീപ് കുമാർ നന്ദിയും പറഞ്ഞു. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് മന്ത്രിയെയും വിശിഷ്ടാതിഥികളെയും സ്വീകരിച്ചാനയിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KSRTC ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ച ഗതാഗത മന്ത്രി CP ജോണിന് അഭിവാദ്യം അർപ്പിച്ച് KSRTC ബസ്സുകൾക്ക് പഞ്ചായത്ത് വാർഡ് അംഗം CP സുബൈറിന്റെ നേതൃത്വത്തിൽ സൗത്ത് ചിത്താരയിൽ സ്വീകരണം നൽകി. സൗത്ത് ചിത്താരയിൽ KSRTC ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ച ഗതാഗത മന്ത്രി CP ജോണിന് അഭിവാദ്യമർപ്പിച്ച് KSRTC ബസ്സുകൾക്ക് സ്വീകരണവും മധുരപലഹാര വിതരണവും നടത്തി. പഞ്ചായത്ത് വാർഡ് അംഗം CP സുബൈർ അധ്യക്ഷത വഹിച്ച് ഫ്ളാഗ് ഓഫ് നടത്തി. അതുപോലെ വാർഡ് മുസ്ലിം ലീഗിന്റെ ഖജാൻജി PK അബ്ദുല്ലാജി, മറ്റ് പ്രിയപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, ഇവിടെ ഇന്നിപ്പോൾ നമ്മുടെ സൗത്ത് ചിത്താരയുടെ അതുപോലെ ചിത്താരയുടെയൊക്കെ ചിരകാല അഭിലാഷമായ ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. KSRTC ബസ്സിന് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് പലതവണ നമ്മുടെ നാട്ടുകാർ ഇതിന് പല വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ ആഗ്രഹം പ്രകടിപ്പിച്ചു, അതിനുവേണ്ടി നിവേദനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നാണ് അത് പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടുള്ളത്. അതിൻ്റെ പ്രധാന കാരണം ഒന്ന് UDF ഭരണത്തിൽ വന്നതും അതുപോലെ നമ്മുടെ KSRTC CP ജോൺ സാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫായി നമ്മുടെ നാട്ടുകാരനായ വിനോദ് താനത്തിങ്കാൽ അതിൽ അഡ്മിഷൻ ആയതും നമുക്ക് വലിയ ഒരു ഉപകാരപ്രദമായ കാര്യമാണ്. ഇനിയും ഈ സൗത്ത് ചിത്താരി നാട്ടിൽ അതുപോലെ ചിത്താരി നാട്ടിൽ കാഞ്ഞങ്ങാട്ട് ഇതുപോലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ കൊണ്ടുവരാൻ UDFനും അതുപോലെ ഈ കർമ്മസമിതിക്കും ആവട്ടെ എന്നീ അവസരത്തിൽ ഞാൻ 14 അബ്ദുറഹ്മാൻ മധുരപലഹാര വിതരണ ഉദ്ഘാടനം നടത്തി സംസാരിച്ചു. 24-ാം വാർഡ് അംഗം CH നിസാമുദ്ദീൻ സ്വാഗതം പറഞ്ഞു. ചിത്താരി ഇലക്ട്രിസിറ്റി സബ് എഞ്ചിനീയർ സുമിത്രൻ M, KU ദാവൂദ്, അസീസ് CK, EK ഷംസുദ്ദീൻ, അഹമ്മദ് കപ്പണക്കാൽ, അഹമ്മദ് 14, കുഞ്ഞബ്ദുള്ള ജിദ്ദ, മൊയ്തീൻ കുഞ്ഞി CM, അബ്ദുൾ റഹ്മാൻ K, സുബൈർ AK, ഹാരൂൺ ചിത്താരി, അബൂബക്കർ ഗാജ, ബഷീർ കുശാൽ നഗർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കിഴക്കുംകര ശാന്തി കലാമന്ദിരം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയികൾക്ക് അനുമോദനവും KPV സ്മാരക ക്യാഷ് അവാർഡ് ദാനവും നൽകി. MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കിഴക്കുംകര ശാന്തി കലാമന്ദിരം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയികൾക്ക് അനുമോദനവും KPV സ്മാരക ക്യാഷ് അവാർഡ് ദാനവും നടത്തി. MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു മെയ് മാസത്തിൽ SLC+2 പരീക്ഷാഫലം വന്നതിനെ തുടർന്ന് ഇതുപോലെ കലാകായിക പ്രസ്ഥാനങ്ങളും ഗ്രന്ഥശാലകളും അതുപോലെ തന്നെ സ്കൂളുകൾ, പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം ഈ നിലയിൽ വിദ്യാർത്ഥികളെ, ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വിളിച്ചുകൊണ്ട് അവർ നേടിയ വിജയത്തിൽ ആ നാട് അവരോടൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതുപോലെ അനുമോദന സദസ്സുകളും വിജയോത്സവങ്ങളും നടത്തി വരികയാണ്. ഒരുപാട് പരിപാടികൾ നാട്ടിലാകെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ അനുമോദനം ഏറ്റുവാങ്ങാൻ വന്ന പല കുട്ടികൾക്കും ഇന്നലെ ജില്ലാ കളക്ടർ പഞ്ചായത്തിന്റെ അനുമോദനം നടത്തിയിരുന്നു. മിനിഞ്ഞാന്ന് വെള്ളിക്കോത്ത് സ്കൂള് ഒരു അനുമോദന ചടങ്ങ്. അപ്പോൾ അതിൽ വെള്ളിക്കോത്ത് സ്കൂളിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ തീർച്ചയായും ഈ 3 അനുമോദനങ്ങളിലും അവർ ഏറ്റുവാങ്ങാൻ വന്ന ആളുകളാണ്. ഞാൻ അത് പറഞ്ഞത് ഇവിടെ നൽകുന്ന ഈ ഉപഹാരം അതിൻ്റെ വില നോക്കിയല്ല ഈ അനുമോദനത്തിന്റെ കാര്യത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. ഒരു നാട്ടിൽ നിന്ന് SLC പോലെ +2 പോലെ അല്ലെങ്കിൽ താഴെ LSS ആയാലും USS ആയാലും അതുപോലുള്ള പരീക്ഷകളിൽ മിടുക്കരായി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഒരു നാട് ചേർത്ത് പിടിച്ചുകൊണ്ട് അനുമോദിക്കുകയാണ്.
വായനശാല ആൻഡ് ഗ്രന്ഥാലയം പ്രസിഡന്റ് MV രാഘവൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ MK രവീന്ദ്രൻ മാസ്റ്റർ, വായനശാല ആൻഡ് ഗ്രന്ഥാലയം സെക്രട്ടറി K വിശ്വനാഥൻ, DYFI കിഴക്കുംകര മേഖലാ സെക്രട്ടറി ശ്യാം പ്രസാദ്, ശാന്തി കലാമന്ദിരം പ്രസിഡന്റ് MK വിജയകുമാർ എന്നിവർ സംസാരിച്ചു. ശാന്തി കലാമന്ദിരം സെക്രട്ടറി V നാരായണൻ സ്വാഗതവും B സരസ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM കോവൽപ്പള്ളി സെക്കൻഡ് ബ്രാഞ്ച് ഓഫീസ് VS മന്ദിരം ഉദ്ഘാടനം ചെയ്തു. VS അച്യുതാനന്ദൻ അനുസ്മരണവും നടത്തി. CPIM കോവൽപ്പള്ളി സെക്കൻഡ് ബ്രാഞ്ച് ഓഫീസ് VS മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. VS അച്യുതാനന്ദൻ അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഇൻഫർമേഷൻ സെന്റർ ആയിരിക്കണം. എല്ലാ വിവരങ്ങളും അവർക്ക് നൽകാൻ കഴിയണം. ഉദാഹരണത്തിന് പലവിധ സഹായങ്ങളുണ്ട്, സർക്കാരിൽ നിന്നും മറ്റ് മുനിസിപ്പാലിറ്റിയിൽ നിന്നായാലും പഞ്ചായത്തുകളിൽ നിന്നായാലും ഗവൺമെന്റിൽ നിന്നായാലും ഒക്കെ. അപ്പം അത്തരം കാര്യങ്ങൾ അതിന് ഒരു ഗൈഡ് ലൈൻ കൊടുക്കാൻ നമുക്ക് കഴിയണം. പല ഫോറം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ നെട്ടോട്ടോടാറുണ്ട്. എമ്മാതിരി കച്ചവടമെന്നറിയോ ചില വിദ്വാന്മാർക്ക്. 100 രൂപ 200 രൂപ അതല്ലേ, ഒരു കണ്ണിക എഴുതിയിട്ട് ഒരു ഫോറം പൂരിപ്പിച്ച് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു 10 വാക്ക് എഴുതി കൊടുത്താൽ 100 രൂപ. അത് സൗജന്യമായി നമുക്ക് നിർവഹിച്ചു കൊടുക്കാൻ കഴിയും. നമുക്കൊന്നും വേണ്ട. നമ്മുടെ പാർട്ടി ബ്രാഞ്ചിൽ പെടുന്ന DYFIക്കാരോ SFIക്കാരോ അല്ലെങ്കിൽ ബാലസംഘത്തിൻ്റെ കുട്ടികളോ പിന്നെ മുതിർന്ന മഹിളാ അസോസിയേഷൻ്റെ സഹാക്കളോ അങ്ങനെ ഉണ്ടാവല്ലോ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അത്യാവശ്യം അവരെ ഓഫീസ് വന്ന് നമുക്കൊരു ഫോറമൊക്കെ പൂരിപ്പിച്ചു കൊടുത്താൽ ആളുകളിൽ ഉണ്ടാക്കുന്ന ഒരു മതിപ്പുണ്ട്. അപ്പം അങ്ങനെയെല്ലാം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി ആളുകളെ സംബന്ധിച്ച് ഒരു കേന്ദ്രമായിട്ട് നമ്മുടെ ഓഫീസുകളെ മാറ്റാൻ നമുക്ക് കഴിയണം. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനുമായ VV രമേശൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. CPIM ലോക്കൽ സെക്രട്ടറി KV ജയപാൽ അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി KP ജ്യോതിഷ് സ്വാഗതം പറഞ്ഞു. CPIM ഏരിയ സെക്രട്ടറി രാജ്മോഹൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗം PK നിശാന്ത്, ലോക്കൽ കമ്മിറ്റി അംഗം DV അമ്പാടി, KP നാരായണൻ, അംബുജാക്ഷൻ, ഉഷ KV എന്നിവർ സംസാരിച്ചു. സനൽ M നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 56 വർഷം മുൻപ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ ഓർമ്മ പുതുക്കി മൈത്താണി ഗവൺമെന്റ് LP സ്കൂളിൽ ചാന്ദ്രോത്സവം സംഘടിപ്പിച്ചു. അമ്പിളിമാമന്റെ പാട്ടുകൾ പാടിയും കുട്ടികൾക്കൊപ്പം കഥ പറഞ്ഞും ചലച്ചിത്ര താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ചാന്ദ്ര ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ചാന്ദ്രോത്സവത്തോടനുബന്ധിച്ച് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലും സ്കൂളിൽ സംഘടിപ്പിച്ചു. മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നതിന് അരനൂറ്റാണ്ടിനു മുമ്പ് നിർമ്മിച്ച എ ട്രിപ്പ് ടു മൂൺ ആയിരുന്നു പ്രധാന ചിത്രം. സ്കൂൾ പ്രധാനാധ്യാപകൻ പ്രകാശൻ കരിവെള്ളൂർ രചനയും സംവിധാനവും നിർവഹിച്ച തുള്ളിയായിരുന്നു മറ്റൊരു ചിത്രം. വാട്ട്സ് ദാറ്റ്, മീൽസ് റെഡി എന്നീ ചിത്രങ്ങളും കുട്ടികൾക്കായി പ്രദർശിപ്പിച്ചു. ചാന്ദ്രദിനാചരണത്തിന്റെയും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെയും ഉദ്ഘാടനം ചലച്ചിത്ര താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. ഇനി ഈ പാട്ടിന്റെ വരികൾ ഞാൻ പ്രകാശ മാഷിന് അയച്ചു കൊടുക്കും. നിങ്ങൾ എല്ലാ ക്ലാസ്സിലും ഈ ബോർഡിൽ ഈ പാട്ട് എഴുതി വെക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പാട്ട് പഠിക്കണം. സരിത ടീച്ചറും സരിത ടീച്ചറും കൂടി പാട്ട് നിങ്ങൾക്ക് പാടിത്തരും. പ്രകാശ മാഷും പാടിത്തരും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പുസ്തകത്തിൽ ഈ പാട്ട് എഴുതിയെടുത്ത് പഠിക്കണം. നാളെ വന്നിട്ട് എല്ലാവരും കൂടി പാടുന്ന ഒരു ഫോട്ടോ, ഒരു വീഡിയോ പ്രകാശ മാഷ് എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ചടങ്ങിൽ PTA പ്രസിഡന്റ് വരുൺ ഗോപി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ പ്രകാശൻ കരിവെള്ളൂർ, മദർ PTA പ്രസിഡന്റ് ശോഭി മഹേഷ്, V സരിത, MP സബിത എന്നിവർ പ്രസംഗിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സര പ്രവചന മത്സരത്തിലെ വിജയികൾക്ക് സമ്മാന വിതരണവും നടന്നു. കൃത്യമായി പ്രവചിച്ച 3ാം തരത്തിലെ പാർവതി ബൈജു, 2ാം ക്ലാസ്സിലെ മിതാലി കൃഷ്ണ എന്നിവർക്ക് PTA പ്രസിഡന്റ് വരുൺ ഗോപി സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്.
ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. ദ മാജിക്കൽ ബോണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹോം. D&G ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സ്. അതിനാൽ കാഞ്ഞങ്ങാട്. ഫർണിഷ് യുവർ ഹോം, ഫർണിഷ് യുവർ ലൈഫ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കാഞ്ഞങ്ങാട്. ഫോൺ 0467222070. 7 lives. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫാസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. 40 വർഷം മുൻപ് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പടിയിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും ഒത്തുചേർന്നു. 1986-87 ബാച്ചിൽ SSLC വിദ്യാർത്ഥികളാണ് വീണ്ടും ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒത്തുചേർന്നത്. 40 വർഷം മുൻപ് പടിയിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും ദുർഗയുടെ അങ്കണത്തിൽ ഒത്തുചേർന്നു. 1986-87 ബാച്ചിൽ 10ാം തരത്തിലെ വിദ്യാർത്ഥികളാണ് വീണ്ടും ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒത്തുചേർന്നത്. വിവിധ മേഖലകളിൽ വിദേശത്തും നാട്ടിലും ജോലി ചെയ്യുന്നവർ ഒരുമിച്ച് ഒത്തുകൂടിയത് വേറിട്ട കാഴ്ചയായി മാറി. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഓർമ്മകളുടെ ദുർഗ പരിപാടി സംഗീതരത്നം ഡോക്ടർ രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഒരു കുടുംബമാണ് ഒരു കുടുംബമാണ്. അത് ലോകമായിട്ടുള്ള കുടുംബമുണ്ട്, ഹംസസ്നിയായിട്ടുള്ള കുടുംബമുണ്ട്, കല്യാണിയായിട്ടുള്ള കുടുംബമുണ്ട്, ഭൈരവിയായിട്ടുള്ള കുടുംബമുണ്ട്. എത്രയോ കുടുംബങ്ങളാണ്. അതാണ് ഓരോ കാര്യം. നമുക്കൊരു പോസിറ്റീവ് എനർജി സ്വാഗതം തന്നെ ഞാൻ അദ്ദേഹം കമ്പോസ് ചെയ്ത കമലാസനാണ് എടുത്തത്. അതാണ് ഞാൻ ചേർത്തത്. KM സജിത അധ്യക്ഷത വഹിച്ചു. സ്കൂൾ HM P സുമ വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് നൽകിയ സൗണ്ട് സിസ്റ്റം HM ഏറ്റുവാങ്ങി. തുടർന്ന് അധ്യാപകരെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. KN ബിന്ദു അകാലത്തിൽ പൊലിഞ്ഞ സഹപാഠികൾക്ക് അനുശോചനം രേഖപ്പെടുത്തി. KN അതിരഥൻ സ്വാഗതവും CP കുഞ്ഞബ്ദുള്ള നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന കലാപരിപാടികൾ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുശവൻകുന്ന് ജയമാളിൽ MCF ജിം പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ P. രഘുനാഥ് ജിമ്മിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
കുശവൻകുന്ന് ജയമാളിൽ MCF ജിം പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ P. രഘുനാഥ് ജിമ്മിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാനൊക്കെ തുടക്കകാലത്ത് പ്രവർത്തകരറിയാം 90 ആദ്യം 80 അവസാനത്തുള്ള ആദ്യമൊക്കെ ജിംനേഷ്യത്തിൽ അന്ന് കാഞ്ഞങ്ങാട് ഒരു ജിമ്മേ ഉള്ളൂ. ഹനുമാൻ ജിംനേഷ്യം കാഞ്ഞങ്ങാട് തുടങ്ങിയ കാലഘട്ടത്തിൽ ഇതുപോലുള്ള മിഷനറീസ് ഒന്നുമില്ല. ആ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ ഈ ജിംനേഷ്യത്തിൽ വർക്ക് ചെയ്യുകയും കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ വെയിറ്റ് ലിഫ്റ്റിംഗ് സ്റ്റേറ്റിൽ മെഡൽ വന്ന ആദ്യത്തെ കായിക താരം ഞാനായിരുന്നു 92. അതിനുശേഷം ഞാൻ ഈ ഫീൽഡിലേക്ക് വരികയും പിന്നീട് ഞാൻ പുറത്തുപോയി പഠിച്ച കായിക അധ്യാപകനായി വരികയും ചെയ്തു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി 360 ക്രോസ്ഫിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജിമ്മുകൾ നമ്മുടെ നാടുകളിൽ ഒരുപാട് ഉണ്ടാവും. പക്ഷെ അത്യാധുനിക വൽക്കരണത്തോടുകൂടിയുള്ള ജിമ്മുകൾ അപൂർവമായിരിക്കും. അങ്ങനെ ഒന്ന് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ സാധിച്ചതിൽ ഇതിന്റെ പ്രവർത്തകരെ ഏറെ അഭിനന്ദിക്കുകയാണ്. ഒപ്പം ഇതിന് എല്ലാ തരത്തിലുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുകയാണ്. കാർഡിയോ സെക്ഷന്റെ ഉദ്ഘാടനം ഡോക്ടർ U. രാഘവേന്ദ്ര പ്രസാദ് നിർവഹിച്ചു. സോഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിന്റെ സംഭവങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. PK മിഥുൻ കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ടെലിവിഷൻ സിനിമാ താരവും മറിമായം ഫെയിമുമായ ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അപ്പം അവിടെ വെടിവെടികളുണ്ടല്ലോ, ഓരോന്നായി പൊട്ടിക്കണ്ട, വെടിപ്പുരക്ക് മൊത്തം തീ കൊടുത്തേ ഒന്നിച്ച് പൊട്ടുമ്പോ വീഡിയോ ഒന്ന് ഞെട്ടുമ്പോ ആടെ ഓൺ കളിക്കുമെന്ന് പെട്ടക്കം അപ്പൊ ഓടടിച്ചോളും എന്നാ പറയുന്നത്. അപ്പൊ ചെറിയ കാര്യങ്ങളൊക്കെ നാട്ടിൻപുറത്ത് നമ്മൾ പറയുന്ന സംഭവങ്ങളെ യാദൃശ്യമായി മരുമാറ്റൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരനാണ്. ഭയങ്കര കട്ടപ്പാടും ബുദ്ധിമുട്ടും പിന്നെ കൂലിപ്പണിയുടെ അടുത്ത് വരുന്ന ഒരു സാധാരണക്കാരനാണ്. ഇപ്പാണ് ഇങ്ങനെ മരുമാറ്റൊക്കെ കാണുന്ന എന്ന് പറയുന്നത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ ക്രോസ്ഫർ എക്യുപ്മെന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. KHO കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഷബീർ, അമേച്ചർ തൈക്കൊണ്ടോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് VV മധു, KHO ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ജാഫർ, ജയമാൾ മാനേജിംഗ് ഡയറക്ടർ ജനാർദ്ദനൻ പുല്ലൂർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. രാജേന്ദ്രൻ ബണ്ടിച്ചാൽ സ്വാഗതവും K. സുഗതൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കണ്ണൂർ സർവകലാശാല യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന D4 കാർണിവലിന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ആവേശത്തുടക്കം. 4 വേദികളിൽ 2 ദിവസമായാണ് കാർണിവൽ നടക്കുന്നത്. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡിന്റെ സാംസ്കാരിക തനിമയുയർത്തി നാടൻ പാരമ്പര്യവും പൈതൃകവും ചരിത്രവും പരിചയപ്പെടുത്തി ഗവൺമെന്റ് കോളേജിൽ D4 കാർണിവലിന് ആവേശത്തുടക്കം. ക്യാമ്പസിനെയും പൊതുസമൂഹത്തെയും കോർത്തിണക്കി കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിലാണ് കാർണിവൽ സംഘടിപ്പിക്കുന്നത്. 4 വേദികളിൽ 2 ദിവസമായാണ് വിവിധ പരിപാടികൾ. തിങ്കളാഴ്ച ഡോക്യുമെന്ററി ഫെസ്റ്റ്, ഭക്ഷ്യമേള, ഫിലിം ഫെസ്റ്റ്, നാടൻ കലാ എക്സിബിഷൻ, പുസ്തകമേള, നാടൻ കലാ സംവാദം, യക്ഷഗാന അവതരണം തുടങ്ങിയവ നടന്നു. കല്ലറ്റ മാഹിൻ MLA ഉദ്ഘാടനം ചെയ്തു. സർവകലാശാല യൂണിയൻ ചെയർമാൻ നന്ദജ് ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം, ജില്ലാ പഞ്ചായത്ത് അംഗം K. സബീഷ്, നാടൻ പാട്ടുകാരൻ അതുൽ നറുകര എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം, കൗൺസിലർ അനിൽ ചെന്നിക്കര, ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ VS അനിൽകുമാർ, അൽന വിനോദ്, ദിൽജിത്ത് ശ്രീരാഗ് എന്നിവർ സംസാരിച്ചു. സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറി കവിത കൃഷ്ണൻ സ്വാഗതവും സംഘാടക സമിതി കൺവീനർ അദിനാൻ ചട്ടഞ്ചാൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് അതുൽ നറുകരയുടെ മ്യൂസിക്കൽ ഷോ നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സന്ദീപ് വാര്യർ MLA തൃക്കരിപ്പൂർ മണ്ഡലം ഓഫീസ് തൃക്കരിപ്പൂർ ടൗണിൽ തുറന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. സന്ദീപ് വാര്യർ MLA തൃക്കരിപ്പൂർ മണ്ഡലം ഓഫീസ് തൃക്കരിപ്പൂർ ടൗണിൽ തുറന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ജീവൻ നമുക്ക് വേണ്ടി തരും. അതുകൊണ്ട് കാസർഗോട്ടെ ജനങ്ങളെ സ്നേഹിക്കാൻ പരമാവധി പഠിക്കുക. നമുക്കറിയാം, ഈ ഉമ്മൻചാണ്ടിയാണ് കാസർഗോഡിൻ്റെ വികസനത്തെക്കുറിച്ച് ആദ്യമായി ഒരു കമ്മിറ്റി വെച്ചത്. ശ്രീ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഒരു യാത്ര നടത്തി.
ആ യാത്രയിൽ അദ്ദേഹത്തിന് ഒരുപാട് നിവേദനങ്ങൾ കിട്ടി. കേരളത്തിലെ 14 ജില്ലകളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ് ഈ കാസർഗോഡ്. രമേശ് ചെന്നിത്തല എന്ന KPCC പ്രസിഡന്റ് ആ നിവേദനങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ച് അന്നത്തെ കേരള മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തു, ഈ കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കണം എന്ന്. അങ്ങനെയാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി ഇവിടെ ജില്ലാ കളക്ടറായിരുന്ന പ്രഭാകരനെ ഒരു ഏകാംഗ കമ്മീഷനായി വെച്ചു. ആ ഏകാംഗ കമ്മീഷൻ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രി കൊടുത്തു. ആ മുഖ്യമന്ത്രിക്ക് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് പാക്കേജ് എന്ന് പറയുന്ന KDP ഇവിടെ വന്നത്. കാസർഗോഡിന് വേണ്ടി മാത്രമുള്ള ഒരു പാക്കേജാണ് KDP. ആ റിപ്പോർട്ട് എന്താ പറഞ്ഞത്? കാസർഗോഡിന്റെ സമഗ്രമായ വികസനം പുരോഗതി വേണമെങ്കിൽ 11,168.66 കോടി രൂപ ചെലവാക്കണം. പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സന്ദീപ് വാര്യർ MLA അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലെ പഞ്ചായത്ത് കോംപ്ലക്സിലാണ് MLA ഓഫീസ് പ്രവർത്തിക്കുന്നത്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം M. മുഹമ്മദ് റാഫി, നീലേശ്വരം നഗരസഭാ അധ്യക്ഷൻ PP മുഹമ്മദ് റാഫി, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള, വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് MT ബുഷ്ര, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ M. മനു, DCC വൈസ് പ്രസിഡന്റ് KK രാജേന്ദ്രൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് CH അബ്ദുൽ റഹീം, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T. നാരായണൻ, തൃക്കരിപ്പൂർ പ്രസ് ഫോറം പ്രസിഡന്റ് P. മഷൂദ്, UDF മണ്ഡലം ചെയർമാൻ P. കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. യുവതി യുവാക്കൾക്കായി നിരവധി തൊഴിൽ അവസരങ്ങളുമായി ജപ്പാൻ പ്രീ സ്ക്രീനിംഗ് സെമിനാർ സംഘടിപ്പിക്കുന്നു. ജൂലൈ 23-ന് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് സ്ക്രീനിംഗ് സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യുവതി യുവാക്കൾക്കായി നിരവധി തൊഴിലവസരങ്ങളുമായി ജപ്പാൻ പ്രീ സ്ക്രീനിംഗ് സെമിനാർ നടത്തുന്നു. ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷൻ മുഖേന ജപ്പാനിൽ കേന്ദ്ര ഗവൺമെന്റ് കരാർ അടിസ്ഥാനത്തിലൂടെ തൊഴിലവസരങ്ങളെക്കുറിച്ചും +2 യോഗ്യതയുള്ള 18 മുതൽ 28 വയസ്സിനുമിടയിലുള്ള പെൺകുട്ടികൾക്ക് NSDC സെൻഡിംഗ് ഓർഗനൈസേഷനായ ആസ്ട്രോ അക്കാദമി ചെന്നൈ നടത്തുന്നു. പ്രീ സ്ക്രീനിംഗിലൂടെ എംപ്ലോയർ സമ്മതത്തോടെ കണ്ടീഷണൽ ജോബ് ഓഫർ ലെറ്റർ തരുന്നു. ജൂലൈ 23-ന് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് നടത്തുന്നത്. 2017 മുതൽ പിന്നീട് 19-ലും അത് ഒതുക്കുകയും 2021 ആയപ്പോഴേക്കും കുറച്ചുകൂടി എക്സ്റ്റൻഡ് ഫോമായിട്ടുണ്ട് പുതിയ ഒരു പദ്ധതി അവർ ആവിഷ്കരിക്കുകയും. അതാണ് ഈ SSW എന്ന് പറയുന്ന തൊഴിൽ പദ്ധതി. അതായത് ജപ്പാനിലേക്ക് സ്പെസിഫൈഡ് സ്കിൽഡ് വർക്കറായ ആളുകളെ ജപ്പാനിൽ ആവശ്യമുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശപ്രകാരം ഇന്ത്യ ഗവൺമെന്റ് ജപ്പാൻ ഗവൺമെന്റ് തമ്മിൽ ഒത്തുവെച്ച തൊഴിൽ കരാറാണ്. അതിന് പ്രധാനമായും കാരണം ജപ്പാനിലെ അനുദിനം കുറഞ്ഞു വരുന്ന ജനസംഖ്യ. ജപ്പാനിൽ 12,50,80,000 സംതിങ് മാത്രമേ ഉള്ളൂ ജനസംഖ്യ. അതും അനുദിനം ഓരോ വർഷമായും കുറഞ്ഞു വരികയാണ്. അവിടെ യുവാക്കളില്ലാത്ത ഒരു പ്രശ്നം അവർ ഫേസ് ചെയ്യുന്നു. മറ്റൊരു പ്രത്യേകത കൂടി, ജപ്പാന്റെ ജനസംഖ്യയിൽ 30% 100 വയസ്സിന് മുകളിലാണ്. ഈ ഒരു കാറ്റഗറി കൊണ്ടാണ് അവർക്ക് ഇന്ത്യയിൽ നിന്ന് യൂത്തിലെ വേണം എന്നുള്ള ഒരു നിർദ്ദേശം വരികയുണ്ട്. നമുക്കറിയാം, ജപ്പാനെ കുറിച്ച് നിങ്ങൾക്ക് അനുഭവം അറിയാം. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് പാർട്ട്നേഴ്സ് ജപ്പാനാണ്. നമ്മുടെ കൊച്ചി മെട്രോ ആയാലും ഡൽഹി മെട്രോ ആയാലും അതോടൊപ്പം തന്നെ നമ്മുടെ അഹമ്മദാബാദ്, ഡൽഹി വലിയ റോഡിന്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സിന്റെയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ജപ്പാൻ മാറുകയാണ്. അപ്പൊ അതിന് പ്രധാനമായ ഒരു കാരണം ഇന്ത്യയും ജപ്പാൻ തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഊഷ്മളമായ ബന്ധമാണ്. അതിനെ തുടർന്ന് മോഡി സർക്കാർ വന്നപ്പോഴേക്കും കുറച്ചുകൂടി എക്സ്റ്റൻഡ് ഫോമായിക്കൊണ്ടാണ് തൊഴിൽ കരാറിലേക്ക് വന്നിട്ടുള്ളത്. സെമിനാറിൽ ജപ്പാൻ പ്രതിനിധികളും NSDC സെൻഡിംഗ് ഓർഗനൈസേഷൻ പ്രതിനിധികളും പങ്കെടുക്കുന്നു. +2, ITI, പോളിടെക്നിക്, ഡിപ്ലോമ, ഡിഗ്രി, BTech, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, നഴ്സിംഗ്, 4-വീലർ ഡ്രൈവിംഗ് തുടങ്ങിയ യോഗ്യതയുള്ള 18 മുതൽ 30 വയസ്സുവരെയുള്ള യുവതി യുവാക്കൾക്ക് ജപ്പാനിൽ ലഭ്യമായ തൊഴിൽ അവസരങ്ങളെക്കുറിച്ച് സെമിനാറിൽ വിശദമായി അവതരിപ്പിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ KM തോമസ്, TV വിജയൻ, സ്വപ്ന K മാത്യു എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങൾക്ക് 9447480910 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ KM തോമസ്, TV വിജയൻ, സ്വപ്ന K മാത്യു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുക്രൈനിൽ റഷ്യൻ ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചു. 4 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 പേരാണ് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ദേശീയപാതയിൽ 24 മണിക്കൂറിനിടെ ഒരേ സ്ഥലത്ത് നടന്ന വാഹനാപകടങ്ങളിൽ 2 പേർക്ക് ദാരുണാന്ത്യം. വട്ടത്തൂർ അടിപ്പാതയ്ക്ക് സമീപമാണ് സംഭവം. ഉപ്പള ദേരമ്പളം പാലം പുനർനിർമ്മാണത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. താൽക്കാലിക കവുങ്ങ് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് വീണ കോളേജ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. കേരളത്തിന്റെ ഏറ്റവും വലിയ വിഭവം വിദ്യാർത്ഥികളാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ഉദുമ നിയോജക മണ്ഡലം സംഘടിപ്പിച്ച സ്കോളേഴ്സ് കോൺക്ലേവ് 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർട്ട് ഫോറം കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകി അനുസ്മരണം സംഘടിപ്പിച്ചു. ഗാനാഞ്ജലിയും നടത്തി. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിലിന് വേണ്ടി 1 കോടി രൂപ ചിലവിൽ പണിത ആസ്ഥാന മന്ദിരം മേലാങ്കോട്ട് തുറന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.